നിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ ഒരു കേക്ക് ഉണ്ടാക്കാം. പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിലായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട്, ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്നാക്സ് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. ബേക്ക് ചെയ്യേണ്ട പരിപാടികളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതിന്റെ ഒരു വലിയ കേക്ക് എന്നുള്ള ഒരു രീതിയിൽ ബേക്ക് ചെയ്ത് ഓവനിലൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കുന്ന ഒരു റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ റെസിപ്പി വ്യത്യാസമുണ്ട്. അത് നമ്മൾ മൈദ വെച്ചിട്ട് സാധാരണ കേക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. ഇതിപ്പോൾ റവ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമുക്കിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഇപ്പോൾ എന്താ പറയുക സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുത്തേക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉള്ള കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റവയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ റവ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. ഒരുപാട് വലിയ തരികളുള്ള റവ ഉപയോഗിക്കണ്ട. ഇത് 1 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, വറക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ വറക്കാത്ത റവ തന്നെയാണ്. പിന്നെ 1/2 കപ്പ് അളവിൽ മൈദ. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു ഗ്ലാസ്സിലെടുക്കുക, അതിൻ്റെ പകുതി റവ എടുക്കുന്നതിൻ്റെ പകുതി മൈദ എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. 1/2 കപ്പ് അളവിൽ മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യം പഞ്ചസാരയാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ 1/4 കപ്പ് ആകുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. നല്ല മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് അളവ് വരെ ഇത് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാൻ ഈ പഞ്ചസാര ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എടുത്തിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും നന്നായിട്ട് വരാം. ഈ ഒരു പൊടിച്ച പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഉരുക്കിയ നെയ്യൊന്നുമല്ല, 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ് കേട്ടോ. അധികം പുളിയുള്ള തൈരൊന്നുമല്ല, 3 ടേബിൾ സ്പൂണാണ് തൈര് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ എസെൻസ് ആണ്. ഇത് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ആയതുകൊണ്ട് തന്നെ പൈനാപ്പിൾ എസെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൈനാപ്പിൾ എസെൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസെൻസ് ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതും ഒരുപാട് അളവിലൊന്നും വേണ്ട കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 6-7 ഡ്രോപ്സ് അത്ര തന്നെ മതിയേ, അല്ലെങ്കിൽ ഫ്ലേവർ ഒരുപാടായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ. 1 നുള്ളു ഉപ്പ് മതിയേ, ഒരുപാടൊന്നും വേണ്ട. ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിൽ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം പകുതി ഒഴിക്കുക, കാരണം പാലിൻ്റെ അളവ് നമ്മൾ എടുക്കണം. ഇപ്പോൾ റവ, മൈദ അങ്ങനത്തെ അതിൻ്റെയൊക്കെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുഴുവൻ ഒഴിക്കണ്ട. അതിനുശേഷം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്നും കൂടി വേണ്ടി വരും. റവ ഒന്ന് സോക്കായിട്ട് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വരണമല്ലോ. ബാക്കിയുള്ള പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാല് ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാം മിക്സ് ആവണം. താഴെയുള്ള മാവും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് തന്നെ വരണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്റർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പൈനാപ്പിൾ നല്ല ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇതിനങ്ങനെ അളവൊന്നുമില്ല. നമ്മൾ എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എത്ര നമുക്ക് ഇതിലേക്ക് ചേർക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു 1/2 കപ്പൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ആവശ്യാനുസരണം ഉണ്ടോ. അതായത് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ കുഴികളിലും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. ഒരുപാടിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അത് എല്ലാ കുഴികളിലും ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒഴിച്ചെടുത്ത നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ശർക്കരയിൽ നിന്ന് കുറേശ്ശെ ഓരോ കുഴികളിലേക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണോ അത്രയൊക്കെ മതിയാവും. ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ കണ്ടോ എല്ലാത്തിലും ശർക്കരയും ചേർത്തിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ കഷ്ണങ്ങൾ
ഓരോ കുഴികളിലും ഇതുപോലെ ഒന്ന് അടിഭാഗത്ത് മാത്രം കുറച്ച് മതി കേട്ടോ, ഒരുപാട് പൈനാപ്പിൾ കഷ്ണങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്, കാരണം പാത്രത്തിൽ നല്ല ചൂട് വേണം. ഇതേ ഇപ്പോൾ എല്ലാ കുഴികളിലും പൈനാപ്പിൾ പീസസ് ആയി. ഇനി നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ കുറേശ്ശെ ഓരോ കുഴികളിലും ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല മണം വരേണ്ട ഒരു പൈനാപ്പിൾ എസൻസിൻ്റെ ഒക്കെ മിക്സ് ചെയ്തപ്പോഴേ നല്ല മണമുണ്ട്. അപ്പോൾ ചിലതിലൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്, ഇത്രയ്ക്ക് വേണ്ട കേട്ടോ, ഓവറായിട്ട് ഒഴിക്കണ്ട, കാരണം ഇതൊന്ന് പൊങ്ങി ഇതായിട്ട് വരുമല്ലോ. അപ്പോൾ എല്ലാ കുഴികളിലായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തീ കുറയ്ക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടോ, ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തതേ ഒന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിപ്പോയി, അതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം അതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ. തീ കുറച്ച് തന്നെ വയ്ക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നടുവിലത്തെയൊക്കെ തന്നെ ആദ്യം റെഡി ആയിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ, പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. വശങ്ങളിലെ ഒന്നും കൂടി എന്താ പറയുക, നടുവിലത്തെ റെഡി ആവണേക്കാളും ഒന്നും കൂടി സമയം എടുക്കും റെഡി ആയിട്ട് വരാൻ. പക്ഷെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളൊക്കെ. ഇതിപ്പോൾ കണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം ഇത് പൊട്ടിച്ചൊക്കെ കാണിക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ നെയ്യ് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താലും മതി. ഇതുപോലെ ഒരു 1/4 ടീസ്പൂണൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വരും. ഇനി ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ശർക്കര ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം. ഇല്ല, അത് ഞാൻ കാണിക്കാം. അതുപോലെ പൈനാപ്പിളും നിർബന്ധമുള്ള കേസൊന്നുമല്ല, പൈനാപ്പിൾ ഇല്ലാതെയും നമുക്ക് ഉണ്ടാക്കാം. 2 എണ്ണത്തിൽ ഞാൻ പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ബാക്കി എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം, വേറെ ഒന്നും ചെയ്യുന്നില്ല. കുറേശ്ശെ കുറേശ്ശെ മതി, ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അതങ്ങനെ പിന്നെ വീർത്ത് അങ്ങോട്ട് വന്നോളും. ഇത്രയും കൂടി മാവ് ബാക്കിയുണ്ട്. ഇനി നമുക്കിത് തീ കുറച്ച് വയ്ക്കാം. തീ കുറച്ചതിന് ശേഷം അടച്ച് വെച്ച് നേരത്തെ പോലെ തന്നെ വേവിക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് ഓരോന്നും ഇതുപോലെ ഇറക്കുന്നു തിരിച്ചിട്ട് കൊടുക്കും. നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമ്മൾ ശർക്കരയൊക്കെ ചേർത്തെടുത്തത്, അല്ലാത്തത് കണ്ടോ, ശർക്കര ചേർക്കാത്തത് ഈ ഒരു കളറിലേക്കാണ് വന്നിരിക്കുന്നത്. ശർക്കരയും പൈനാപ്പിളും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതാകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വരുന്നു മാത്രം. എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും നേരത്തെ പോലെ തന്നെ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നടുവിലത്തൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ കണ്ടില്ലേ, ഇതുപോലെ ഓവറായിട്ടൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരണ്ട. അപ്പോൾ ഇത് നമ്മുടെ ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ഉള്ളതും പൈനാപ്പിൾ ഇല്ലാത്തതും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ലൊരു പെർഫെക്റ്റ് കേക്കിൻ്റെ ഒരു ടെക്സ്ചർ തന്നെയാണ്. നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഇതിപ്പോൾ പൈനാപ്പിൾ ഇല്ലാത്തത്, ഈ പൈനാപ്പിൾ ഉള്ളത് കാണിക്കാം. ഒക്കെ സെയിം തന്നെ, ഇതിൽ പൈനാപ്പിൾ ഉണ്ട് എന്നുള്ളൂ. ഇത് പൈനാപ്പിൾ ഉള്ളതും ഇതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാം. ബേക്ക് ചെയ്യേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈസി ആയിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.